ഗവർണർക്കെതിരെ സ്വന്തം കേസ് നടത്താൻ വിസിമാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിട്ടത് 1,13,00,000 രൂപ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയുടെ നിയമനത്തിനെതിരായുള്ള ഹർജിക്ക് ഇതുവരെ യൂണിവേഴ്സിറ്റി ചെലവിട്ടത് 8 ലക്ഷം രൂപ. നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് കണക്കുകൾ വെളിപ്പെടുത്തിയത്. കോടതി ചെലവ് വിസിമാരിൽ നിന്നോ തുക അനുവദിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നോ ഈടാക്കണമെന്നാണ് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഈ വിസിമാരുടെ ധൂർത്ത് സംബന്ധിച്ചുള്ള വാർത്തയാണിപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അത് നിയമസഭയിൽ മന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യവുമാണ്. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക ബാധ്യത നിൽക്കുന്നുണ്ട്. ഒപ്പം സർവകലാശാലകളൊക്കെ തന്നെ യാതൊരു ഇതുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ശമ്പളം പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് അധ്യാപകർക്ക് പോലും. അതിനിടയിലാണ് ഇങ്ങനെ കേസുകൾ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നത്. രജനി, അതുതന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംസ്ഥാനത്തെ മിക്ക സർവകലാശാലകളും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിമാസ ശമ്പളം അടക്കം നൽകാനോ കരാർ ജീവനക്കാർക്ക് വേതനം നൽകാനോ സ്വന്തമായ നിലയിൽ കാശില്ല എന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ കേസ് പറയാൻ ഖജനാവിൽ പണമുണ്ട്, അത്തരത്തിൽ ലക്ഷങ്ങൾ പല സർവകലാശാലകളിൽ നിന്നും ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് രേഖകൾ സഹിതം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തന്നെ സമ്മതിക്കുന്ന രേഖകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് ബിന്ദു ഇത്തരത്തിൽ ചില മറുപടികൾ നിയമസഭയിൽ രേഖാമൂലം നൽകിയിട്ടുള്ളത്. അതിൽ സുപ്രീം കോടതി വിധിയെ തുടർന്ന് വിവിധ സർവകലാശാലകളുടെ വിസിമാരുടെ നിയമനം അസാധുവാക്കിയിരുന്നു. ഈ അസാധുവാക്കിയ നടപടി ഗവർണർക്കെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് വിവിധ കോടതികളിൽ, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അടക്കം പോയതിനാണ് ഇത്രയധികം ലക്ഷങ്ങൾ വിവിധ സർവകലാശാലകൾ ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ സർവകലാശാലകളുടെ ഫണ്ടിൽ നിന്നും 1,13,00,000 രൂപയാണ് ഈ ഇനത്തിൽ മാത്രമായി സർക്കാർ തലത്തിലും ഒപ്പം തന്നെ വിവിധ സർവകലാശാല വിസിമാരും വകമാറ്റിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എൽദോസ് കുന്നപ്പള്ളിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് മന്ത്രി രേഖാമൂലം ഈ കണക്കുകൾ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂർ വിസി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനാണ് 69 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുള്ളത്. കുഫോസ് വിസി ആയിരുന്ന ഡോക്ടർ റിജി ജോൺ 36 ലക്ഷത്തിലധികം രൂപ ഈ ഇനത്തിൽ മാത്രം ചെലവഴിച്ചിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാല വിസി ആയിരുന്ന ഡോക്ടർ MS രാജശ്രീ 1.5 ലക്ഷം രൂപയാണ് കോടതി വ്യവഹാരങ്ങൾക്കായി സർവകലാശാല ഫണ്ടിൽ നിന്നും ചെലവഴിച്ചിട്ടുള്ളത്. കാലിക്കറ്റ് വിസി ഡോക്ടർ MK ജയരാജും 4,25,000 രൂപ ഈ ഇനത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. കുസാറ്റ് വിസിയും സമാനമായി തന്നെയാണ്. കുസാറ്റ് വിസി ഡോക്ടർ KN മധുസൂദനൻ 77,500 രൂപയാണ് ഈ വകയിൽ ചെലവഴിച്ചിട്ടുള്ളത്. മലയാളം സർവകലാശാല വിസി ആയിരുന്ന ഡോക്ടർ V അനിൽകുമാർ 1 ലക്ഷം രൂപയും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വിസി 53,000 രൂപയുമാണ് സർവകലാശാലയുടെ ഫണ്ടിൽ നിന്നും ഈ ഇനത്തിലായി ചെലവഴിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾക്കായി ഏകദേശം 8 ലക്ഷം രൂപയാണ് നാളിതുവരെ ചെലവഴിച്ചതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ സമ്മതിക്കുന്നത്. ഇത്രയധികം ലക്ഷം തുക അവിടുത്തെ സർവകലാശാലകളുടെ പ്രതിദിന കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനും ഒപ്പം തന്നെ ശമ്പളം അടക്കം നൽകാനുള്ള തുക എന്നിരിക്കെയാണ് ഇത്തരത്തിൽ തുക വകമാറ്റിക്കൊണ്ടുള്ള സർക്കാർ നടപടിയും സർവകലാശാല നടപടിയും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള പ്രിയ വർഗീസിന്റെ കേസുമായി ബന്ധപ്പെട്ട് SLPയുടെ വിചാരണ പൂർത്തിയാകാത്തതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കണക്കുകളോ രേഖകളോ അല്ലെങ്കിൽ തുക എത്ര വിനിയോഗിച്ചു എന്നതടക്കമുള്ള രേഖകൾ ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ആ തുക കൂടി വരികയാണെങ്കിൽ വലിയൊരു ഭീമമായ തുക ഇത്തരത്തിൽ ഇഷ്ടക്കാർക്ക് വേണ്ടിയും ഒപ്പം തന്നെ സർവകലാശാലയുടെ അധിപൻ എന്ന രീതിയിൽ ചാൻസലറായ ഗവർണർക്കെതിരെ കേസ് നടത്താനുമായി സർവകലാശാല ഫണ്ടിൽ നിന്നും വകമാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ തുക ഇവരിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കണമെന്നും അത് മറ്റ് നടപടികൾക്കും ഒപ്പം തന്നെ ജീവനക്കാരുടെ ശമ്പളം മറ്റ് സർവകലാശാലയുടെ വിനിയോഗത്തിനുമായി ഉപയോഗപ്പെടുത്തണം. അവിടെയാണ് ശാലിനി ഈ പണം തിരികെ പിടിക്കണം എന്നുള്ള നിവേദനമൊക്കെ തന്നെ ചെല്ലുമ്പോൾ ഇത് എത്ര രൂപ ചെലവാക്കി എന്നുള്ളൊരു കൃത്യമായ കണക്ക് ഈ വിസിമാർക്ക് പോലും ഇല്ല, ഈ ഫണ്ട് യൂണിവേഴ്സിറ്റി ഫണ്ടിന് പോലും ഇല്ല. അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ ഇനി എങ്ങനെയാണ് ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ പോകുന്നത്?
രജനി, അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൃത്യമായ കണക്ക് ഔദ്യോഗികമായി ഇപ്പോഴും സർക്കാർ രേഖകൾക്കൊപ്പം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു ഔദ്യോഗിക കണക്കാണ് എന്ന് പറയുമ്പോഴും പല സർവകലാശാലകളിലും ഇപ്പോഴും കേസുകൾ നടക്കുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇനിയും ലക്ഷങ്ങൾ കോടികൾ ആ ഇനത്തിൽ വരുമെന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ കേസുമായി ബന്ധപ്പെട്ട് അനധികൃത നിയമനം അല്ലെങ്കിൽ നിയമനവും അസോസിയേറ്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങളും കേസുകളും ഒക്കെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കേസിലും എത്ര തുക ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗിക കണക്കുകൾ ഇപ്പോഴും രേഖകളിലില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും സർവകലാശാലകൾക്ക് വിനിയോഗിക്കേണ്ട ഒപ്പം തന്നെ ഗ്രാന്റ് അടക്കമായി നൽകുന്ന തുകയാണ് ഇത്തരത്തിൽ വകമാറ്റി മറ്റ് കേസുകൾക്കൊക്കെയായി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രജനി സൂചിപ്പിച്ചതുപോലെ സർവകലാശാല ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള കോടതി വ്യവഹാരങ്ങളിൽ അവർ തന്നെ സ്വന്തം ചെലവിൽ തുക കണ്ടെത്തണം അല്ലെങ്കിൽ ചെലവ് നടത്തണം എന്നുള്ളതാണ്. ആ ചെലവ് കൂടിയാണ് ഇപ്പോൾ സർവകലാശാലയുടെ ചുമരിൽ അധിക ഭാരമായി എത്തുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നിട്ടുണ്ട്. ഈ തുക തിരിച്ചു പിടിക്കണമെന്ന ആവശ്യം തന്നെയാണ് ഈ ഘട്ടത്തിലും ശക്തമാവുകയും ചെയ്യുന്നത്. രജനി, എന്തായാലും ഗവർണർക്കെതിരെ കേസ് നടത്താനായിട്ട് സർവകലാശാലയിൽ പണമുണ്ട്, പക്ഷേ പണിയെടുക്കുന്ന അധ്യാപകർക്ക് കൊടുക്കാൻ പണമില്ല എന്നത് തന്നെയാണ് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.